നടി ഹണി റോസിന് ആശ്വാസം. GST വകുപ്പ് നൽകിയ നോട്ടീസ് ഹൈക്കോടതി റദ്ദാക്കി. നികുതി രേഖകൾ ആവശ്യപ്പെട്ട് GST വകുപ്പ് സിനിമാ താരം ഹണി റോസിന് നൽകിയ കാരണം കാണിക്കൽ നോട്ടീസ് ഹൈക്കോടതി റദ്ദാക്കി. വിവിധ വർഷങ്ങളിലെ നികുതി രേഖകൾ ആവശ്യപ്പെട്ട് ഒന്നിച്ചു നൽകിയ നോട്ടീസാണ് റദ്ദാക്കിയത്. ഓരോ വർഷത്തെയും നികുതി രേഖ പ്രത്യേകമായി ആവശ്യപ്പെടണമെന്ന് കോടതി നിർദ്ദേശിച്ചു. അഭിനയത്തിലൂടെ നേടിയ തുകയ്ക്ക് നികുതി നൽകാത്തതിനായിരുന്നു നോട്ടീസ്. 2017 മുതൽ 2023 വരെയുള്ള സാമ്പത്തിക വർഷങ്ങളിൽ GST നികുതി സംബന്ധിച്ച റിട്ടേൺ കൃത്യമായി നൽകിയിട്ടില്ലെന്നാണ് സംസ്ഥാന GST വകുപ്പ് നടിക്ക് നൽകിയ കാരണം കാണിക്കൽ നോട്ടീസിൽ പറഞ്ഞിരുന്നത്. ഈ നോട്ടീസ് ചോദ്യം ചെയ്താണ് ഹണി റോസ് ഹൈക്കോടതിയെ സമീപിച്ചത്. സംസ്ഥാന GST വകുപ്പ് നൽകിയ നോട്ടീസ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചാണ് റദ്ദാക്കിയത്. 5 വയസ്സുള്ള മകളെ കനാലിൽ എറിഞ്ഞുകൊല്ലാൻ ശ്രമം, പിതാവ് അറസ്റ്റിൽ. പത്തനംതിട്ടയിൽ മകളെ കൊല്ലാൻ ശ്രമിച്ച പിതാവ് അറസ്റ്റിൽ. 5 വയസ്സുള്ള മകളെ കനാലിൽ എറിഞ്ഞുകൊല്ലാൻ ശ്രമിച്ച കൂടൽ സ്വദേശി ഷിജു എന്ന ആളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വീട്ടിൽ ഭാര്യയുമായി വഴക്കുണ്ടാക്കി തന്റെ 5 വയസ്സുള്ള മകളെയും കൊണ്ട് മരിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയി വീടിന് സമീപത്തുള്ള കനാലിലേക്ക് കുട്ടിയെ വലിച്ചെറിയുകയായിരുന്നു. കുട്ടിയെ നാട്ടുകാർ ചേർന്ന് രക്ഷിച്ചു. കുട്ടിയുടെ അമ്മയുടെ പരാതിയെ തുടർന്നാണ് ഷിജുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ജയലക്ഷ്മി സിൽസിൽ വൻ തീപിടുത്തം. കോഴിക്കോട് പാളയത്തുള്ള ജയലക്ഷ്മി സിൽസിലുണ്ടായ വൻ തീപിടുത്തം മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിൽ രാത്രിയോടെ നിയന്ത്രണ വിധേയമാക്കി. പുറത്തേക്ക് തീ പടരുന്നത് നിയന്ത്രണ വിധേയമാക്കിയെങ്കിലും കെട്ടിടത്തിനുള്ളിൽ തീ കത്തുന്നുണ്ട്. തീ പൂർണ്ണമായും അണയ്ക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇന്ന് വൈകിട്ട് 6 മണിയോടെയാണ് പാളയത്തുള്ള ജയലക്ഷ്മി സിൽസിന്റെ 4 നില കെട്ടിടത്തിന്റെ 2ാം നിലയിൽ തുടങ്ങിയ തീപിടുത്തം മറ്റ് നിലകളിലേക്കും വ്യാപിച്ചത്. ജീവനക്കാരെ മുഴുവൻ വേഗത്തിൽ ഒഴിപ്പിച്ചതിനാൽ വൻ ദുരന്തം ഒഴിവായി. സർക്കാർ ആശുപത്രിയിൽ രോഗി കട്ടിലിനടിയിൽ മരിച്ച നിലയിൽ. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ രോഗിയെ കട്ടിലിനടിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഏരൂർ വിളക്കുപാറ സാബുവിലാസത്തിൽ 74-കാരനായ AR ബാബുവിനെയാണ് വാർഡിലെ കട്ടിലിനടിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പ്രമേഹബാധയെ തുടർന്ന് കാലിൽ ശസ്ത്രക്രിയയ്ക്കായാണ് ദിവസങ്ങൾക്ക് മുമ്പ് ബാബുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ശാരീരിക അസ്വസ്ഥതകൾ കൊണ്ട് ഉറങ്ങാൻ കഴിയുന്നില്ല എന്ന് പലതവണ ബാബു ആശുപത്രി ജീവനക്കാരോട് പറഞ്ഞിരുന്നു. ജീവനക്കാർ ഇത് കാര്യമാക്കിയിരുന്നില്ല. വാർഡിലെ മറ്റൊരു രോഗിയാണ് കട്ടിലിനടിയിൽ ബാബു അബോധാവസ്ഥയിൽ കിടക്കുന്നത് കണ്ടത്. വാർഡിലുണ്ടായിരുന്ന നഴ്സുമാരെ വിവരമറിയിച്ചെങ്കിലും രോഗിയെ കട്ടിലിലേക്ക് കിടത്തുവാനോ അടിയന്തര ചികിത്സ ലഭ്യമാക്കാനോ തയ്യാറായില്ല എന്നാണ് ആക്ഷേപം. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പുതുയുഗ യാത്രയിൽ പങ്കെടുത്ത A സുരേഷ്. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ പേഴ്സണൽ അസിസ്റ്റന്റായിരുന്ന A സുരേഷ് UDF വേദിയിൽ. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പുതുയുഗ യാത്രയുമായി ബന്ധപ്പെട്ട പാലക്കാട് നടന്ന സമ്മേളന വേദിയിലാണ് A സുരേഷ് പങ്കെടുത്തത്. 13 കൊല്ലമായി താൻ അനുഭവിച്ച എല്ലാ വേദനകളും ഇന്നലെ അവസാനിച്ചെന്നും ഇടതുപക്ഷമാകുന്നുവെന്നും സുരേഷ് പറഞ്ഞു. VSന് നൽകിയ ക്യാപിറ്റൽ പണിഷ്മെന്റ് തനിക്ക് ലഭിച്ചുവെന്നും അദ്ദേഹം തുറന്നടിച്ചു.